അക്ഷയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ് നേരത്തെ കോൺഗ്രസിൽ നിന്ന് നടപടി നേരിട്ട ആളാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ. പക്ഷേ അദ്ദേഹം ഇന്ന് പ്രതികരിക്കുന്നത് കണ്ടു. ഈ BJPയുമായി ഒരു ധാരണ രൂപപ്പെടുത്താനുള്ള കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നാണ് അക്ഷയ് നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അക്ഷയ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ്, എന്താണ് മറ്റത്തൂരിൽ സംഭവിച്ചത്? DCCക്ക് സംഭവിച്ച വീഴ്ചയാണോ, നേതൃത്വത്തിന് സംഭവിച്ച വീഴ്ചയാണോ, കൃത്യമായൊരു ആശയവിനിമയം നിങ്ങൾക്കൊക്കെ ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ടാണോ ഈ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായത്? അക്ഷയ്, ഹലോ അക്ഷയ്, കേൾക്കാമോ? പറഞ്ഞോളൂ. കേൾക്കാം. അങ്ങനെ ഒരു ആശയവിനിമയം ഉണ്ടായില്ല. ഇതാരാണ്? ഹലോ, കേൾക്കാം അക്ഷയ്, പറഞ്ഞോളൂ. കേൾക്കാം. അല്ല, ഇങ്ങനെ ഒരു ആശയവിനിമയം ഉണ്ടായില്ല. ഈ ആശയവിനിമയം ഉണ്ടാവാത്തത് കൊണ്ട്, കൃത്യമായ നിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ടാണോ താങ്കളടക്കം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത്? അതെ. ഇതാരുടെ വീഴ്ചയാണ്? ഇത് ആരുടെ വീഴ്ചയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ പറയാനായിട്ട് കറക്റ്റായിട്ട് പറയില്ല. പാർട്ടി നേതൃത്വത്തിന്റെ ആണോ അതോ ഇവിടുത്തെ ആൾക്കാരെയാണോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞേക്കുന്നത്. എനിക്ക് BJP ആയിട്ട് കൂട്ടുനിന്ന് പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടാണ്. BJP ആയിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ എടുത്ത് തന്നത്. ഈ വിമതനെ പിന്തുണയ്ക്കാമെന്ന നിലപാടിലേക്ക് താങ്കളടക്കം എത്തുന്നത് ആരുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് അക്ഷയ്? ഇല്ല, വിമതൻ അത് ഓൾറെഡി കോൺഗ്രസിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു. അതാരൊക്കെയാണ് അക്ഷയ്? ഇല്ല, പാർട്ടി മെമ്പർമാരും ഇപ്പൊ മെമ്പർ സ്ഥാനത്തേക്ക് വിജയിച്ച ആൾക്കാരെ കൂടി ഈ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച ടെസ്സി ചേച്ചിയാണ് സപ്പോർട്ട് ചെയ്യാൻ നിന്നുണ്ടായിരുന്നത്. അല്ല, ഔസേപ്പിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ നിന്നുണ്ടായിരുന്നത്. ഔസേപ്പ് കാല് മാറിയതോടുകൂടിയാണ് ടെസ്സി ചേച്ചിക്ക് ഞങ്ങൾ പിന്തുണയായിട്ട് എത്തിയത്. അതെ, ഈ ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു. ഇനി ഇപ്പോൾ ഈ നിലപാട് നമുക്ക് സ്വീകരിക്കാം എന്ന നിർദ്ദേശം അക്ഷയ്ക്കടക്കമുള്ള ആളുകൾക്ക് ആരാണ് നൽകുന്നത്? അക്ഷയ്, ഏത് നിലപാട്? ഈ രാജിവെക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നത് പാർട്ടി നേതൃത്വം മറ്റത്തൂര് പ്രവർത്തകരിൽ നിന്ന് കാട്ടിയ നീതികേടിൽ പ്രവർത്തിച്ചാണ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനാണ് പറഞ്ഞത്. താങ്കൾ ഇപ്പോഴും കോൺഗ്രസിനൊപ്പം തന്നെ മാനസികമായി ഉണ്ട് എന്നാണോ അക്ഷയ്? കോൺഗ്രസിന്റെ ഒപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ആയിട്ടുള്ള സഹകരിച്ച് പോണ കൂട്ടാണെങ്കിൽ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ല. അല്ലാത്ത പക്ഷം കോൺഗ്രസിന്റെ ഒപ്പം എന്നുണ്ടാവും. ഈ BJP നേതാക്കളോ മറ്റോ, BJP നേതൃത്വമോ മറ്റോ താങ്കളടക്കമുള്ള ആളുകളുമായി ഇത് സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ അക്ഷയ്? ഇല്ല, ഞാനായിട്ട് ഒരു വിനിമയം നടത്തിയിട്ടില്ല. ഇതിപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ഈ മറ്റത്തൂരിലെ വിവാദം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ അക്ഷയ്? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ നിലപാട് BJP ആയിട്ട് പ്രവർത്തിച്ചു പോകാൻ താല്പര്യമില്ല. അതന്നെ എന്റെ നിലപാട്. ഇപ്പോൾ ഈ DCC നേതൃത്വമടക്കം കൂറുമാറ്റം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താങ്കൾക്കെതിരെ അടക്കം നടപടി സ്വീകരിക്കാനുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അതിപ്പോ എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്റെ നിലപാട് എടുക്കൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ നിലപാട് BJP ആയിട്ട് സഹകരിക്കാൻ തയ്യാറല്ല. അതാണ് എന്റെ നിലപാട്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അക്ഷയ് നടപടി നേരിട്ട കൗൺസിലറാണ്. അദ്ദേഹം ഈ നടപടി നേരിട്ടതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി BJPയുമായി സഹകരിക്കാൻ താൻ തയ്യാറല്ല, അങ്ങനെയൊരു നീക്കം നടക്കുന്ന കാര്യം, അങ്ങനെ ഒരു ധാരണ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും തനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് അക്ഷയ് വിശദീകരിച്ചിരിക്കുന്നത്. അക്ഷയ് ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം പ്രതികരിക്കുകയായിരുന്നു. സൂരജ് സജി ഒരിക്കൽ കൂടി തുടരുന്നുണ്ട്. സൂരജ്, ഇനി ഈ കൗൺസിലർമാർക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിൽ ഒരു പുനരാലോചന DCCയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണോ സൂരജ്? TK, ഇവരടക്കം ആവശ്യപ്പെടുന്നത് അത്തരത്തിലൊരു പുനരാലോചന വേണം, പാർട്ടി തങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കണം. CPM വളരെ അവരുടെ മാത്രം ഒരു മേഖലയായി കൈപ്പിടിയിൽ ഒതുക്കാൻ മറ്റത്തൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPI പോലും അവിടെ അപ്രസക്തമാണ്. അതുകൊണ്ടാണ് തങ്ങൾ എങ്ങനെയും CPMനെ പരാജയപ്പെടുത്തുക എന്ന തരത്തിൽ അവസാന നിമിഷം ഈ ടെസ്സിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന അത്തരം ഒരു മത്സരത്തിലേക്ക് പോയത് എന്നുള്ളതാണ്. തങ്ങളുടെ ഒരു നിമിഷത്തെ തോന്നലിൽ നിന്നാണ് അത്തരം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റുമൊക്കെ ഉണ്ടായത് എന്നുള്ള അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് തെറ്റാണെങ്കിൽ പിന്നെ എന്തിന് ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിച്ചു എന്ന് ചോദിക്കുമ്പോഴും അവിടെ പാർട്ടി നേതൃത്വം അപ്പോഴും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നെങ്കിൽ തങ്ങളും അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് വഴങ്ങിയേനെ. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ പാർട്ടി
പൊടുന്നനെയുള്ള ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോവുകയാണ്. തങ്ങളെ കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെ കേൾക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ പാർട്ടി ആകട്ടെ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. ടി കെ, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി പാർട്ടി ഇവർക്കെതിരെ അയോഗ്യതയെ കൽപ്പിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ പോലും ചില സംഘടനകൾ, അത് മനുഷ്യാവകാശ സാംസ്കാരിക സംഘടനകൾ അടക്കം ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾ ജനാധിപത്യപരമായി അവരെ വോട്ട് ചെയ്ത് ജനങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാൻ കൂടി ഈ ഘട്ടത്തിൽ ഒരുങ്ങുന്നുണ്ട്. ടി കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.